ഹായ് ഹലോ, നമുക്കിന്ന് 10 ഫ്ലവറിങ് ക്രീപ്പേഴ്സിനെ പരിചയപ്പെട്ടാലോ. ഈ ആദ്യം കാണുന്നതാണ് ടെക്കോ മന്ദഹില്ലി. ഫാസിനോ ഐലൻഡ് ക്രീപ്പർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സുന്ദരിയാണ് കേട്ടോ. നമുക്ക് മരത്തിലും തെങ്ങിലും വലിയൊരു കുറ്റിയൊക്കെ അടിച്ചുമൊക്കെ പടർത്തി വിടാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സ്റ്റെമ്മിലാണ് ഇങ്ങനെ പൂക്കൾ പൂക്കുക. നല്ല രസമായിട്ട് ഇതുപോലെ വിരിഞ്ഞ് ഇറങ്ങുന്നതാണ് കേട്ടോ. പിടിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരു ചന്തം തന്നെ ആയിരിക്കും. അമ്മാതിരി രസത്തിൽ പൂത്തിറങ്ങുന്ന വള്ളിച്ചെടിയാണ്. അടിപൊളിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഇതിൻ്റെ കളറും ഒരു വെള്ളാത്ത കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചെടി കാണാൻ തന്നെ. അപ്പോൾ ഇത് നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ്. നമുക്ക് ഈ പ്ലാന്റുകൾ വിൽക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് 10 വെറൈറ്റി ഫ്ലവറിങ് ക്രീപ്പേഴ്സാണ്. അപ്പോൾ രണ്ടാമത്തത് നമ്മുടെ ക്യാൻഡിൽ വൈൻ. ക്യാൻഡിൽ വൈനെ കുറിച്ച് പറയാനാണെങ്കിൽ അപാര സുഗന്ധമുള്ള സുന്ദരിയാണ് കേട്ടോ ഈ ക്യാൻഡിൽ വൈൻ. നല്ല രസമായിട്ട് വിരിയുന്നതാണ്. എല്ലാ ദിവസവും പൂക്കൾ തരുമെന്നുള്ളതാണ് ഈ ക്യാൻഡിൽ വൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സുഗന്ധമാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് നിന്നാൽ പണ്ടത്തെ രാജകൊട്ടാരങ്ങളിൽ മാത്രം വളർത്തിയിരുന്ന വള്ളിച്ചെടി എന്നൊരു പേരിൽ പ്രശസ്തമായതാണ് ഈ ക്യാൻഡിൽ വൈൻ. നല്ല രസമുള്ള കുഞ്ഞി പൂക്കളാണ്. നിറച്ച് തേനീച്ചകളും വണ്ടുകളും ശലഭങ്ങളും ഒക്കെ ഇതിൽ തേൻ കുടിക്കാൻ വരുന്നത് കാണുന്നത് തന്നെ നമ്മുടെ മനസ്സിനൊരു കുളിരാണ് കേട്ടോ. പിന്നെ ഇത് വിരിയുന്നത് എന്താ സുഗന്ധമെന്നറിയോ. നമ്മൾ വെറുതെ അടുത്തൂടെയൊക്കെ നടന്നു പോയാൽ തന്നെ എന്താ രസം, എന്താ സുഗന്ധം നമുക്ക് കിട്ടുമെന്നറിയോ. അമ്മാതിരി സുഗന്ധമുള്ള ഒരു വള്ളിച്ചെടിയാണ്. നമുക്ക് ആർച്ചിലൊക്കെ പടർത്തി വിടാൻ പറ്റും. ഇതുപോലെ ചട്ടിക്കുള്ളിലൊക്കെ ഒതുക്കി വളർത്താൻ പറ്റും. അങ്ങനെ ഒരു ചെടിയാണ് കേട്ടോ. ഇനി മൂന്നാമത്തത് നമ്മുടെ ഗാർലിക് വൈൻ. എനിക്കൊരുപാട് ഇഷ്ടമുള്ള കളറാണ് കേട്ടോ ഗാർലിക് വൈൻ്റെത്. നല്ല രസമായിട്ട് വിരിക്കുന്ന ഗാർലിക് വൈനാണ്. കണ്ടില്ലേ, കൊലയായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. ശരിക്കും വയലറ്റ് കളറാണ്. അത് പൂക്കൾ വിരിയുമ്പോൾ വയലറ്റ് കളറായിരിക്കും. അത് ഓരോ ദിവസവും നിന്നിങ്ങനെ എന്താ പറയുക, അതിൻ്റെ ആ വയലറ്റ് ഷെയ്ഡ് കുറഞ്ഞ് വന്നിട്ടാണ് ഇത് പൊഴിയുക. കണ്ടില്ലേ, പൂക്കൾ ഒരൊറ്റ കൊലയിൽ തന്നെ പൊഴിയാറായ പൂക്കളും വിടർന്ന് വരുന്ന പൂക്കളും ഉണ്ട്. പല ടൈമിലായിട്ടാണ് ഇങ്ങനെ പൂക്കൾ, ആ ഒരു പൂക്കൾ മൊത്തത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് വരിക. നല്ല രസമായിട്ട് നിൽക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അടുത്തൊരു പ്ലാന്റുകളിലൊന്നാണ് കേട്ടോ ഈ ഗാർലിക് വൈൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വിൽപ്പനയ്ക്കുണ്ട്. അടുത്തത് നമ്മുടെ ബൊഹീനിയൻ കൊക്കിനിയ ആണ്. നല്ല രസമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ ഗേറ്റിലും ആർച്ചിലും ഒക്കെ പടർത്തി വിടാൻ പറ്റുന്നതാണ്. പൂക്കൾ 3 നിറത്തിലാണ് ഇതിൻ്റെ വിരിയ. കണ്ടില്ലേ, ഒരു മഞ്ഞ, ഒരു ലെമൺ യെല്ലോ, ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഇത് വിരിയാൻ. നല്ല രസമായിട്ട് വിരിയുന്ന അടിപൊളി പൂക്കളാണ്. പൂത്ത് കഴിഞ്ഞാൽ കുറേ ദിവസം ഇത് നിൽക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഫെൻസിങ്ങിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഇലകൾ കാണാനും നല്ല ചന്തമാണ്. പൂക്കളില്ലെങ്കിൽ കൂടിയും ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കിടക്കുന്നത് നല്ല രസമാണ്. പൂക്കൾ വന്നു കഴിഞ്ഞാൽ അതിലേറെ മനോഹരമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള അടുത്തൊരു ക്രീപ്പർ പ്ലാന്റിലൊന്നാണിത്. ഇത് പറയുന്നത് പോലെ പൂത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 6 മാസത്തോളം തുടർച്ചയായിട്ട് ഇതിൽ പൂക്കൾ കാണുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരൊറ്റ പൂവ് 6 മാസത്തോളം നിൽക്കുമെന്നല്ല, ഒരൊറ്റ പൂവ് 1.5 മാസത്തിൽ കൂടുതൽ നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെ കൊലയായിട്ട് വിരിയുന്നതുകൊണ്ട് കുറേ ദിവസം പൂക്കൾ നിൽക്കും. അടുത്തത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ. ബ്രൈഡൽ ബൊക്കെയെക്കുറിച്ച് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. വർഷത്തിൽ 365 ദിവസവും നമ്മുടെ വീട്ടുമുറ്റത്ത് പൂക്കൾ തരുന്ന, നമുക്ക് ആർച്ചിലും ഗേറ്റിലും ഒക്കെ പടർത്തി വിടാവുന്ന, ചട്ടിയിൽ ഇതുപോലെ ഒതുക്കി വളർത്താൻ പറ്റുന്ന അടിപൊളി ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെയും തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ ഒക്കെ തന്നെയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലും നിറച്ച് തേനീച്ചകളും വണ്ടുകളും ശലഭങ്ങളും ഒക്കെ വന്ന് പോകുന്നതാണ്. നല്ല രസമായിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ വിരിയുന്നതാണ് കേട്ടോ. സന്ധ്യ സമയത്താണ് ഇത് വിരിയുക. ഇത് മഞ്ചായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് നമ്മുടെ മാൻഡിവില്ലയാണ്. മാൻഡിവില്ല പല കളേഴ്സ് ഉണ്ട്. ഇതും നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സിൽ ഒന്നാമനാണ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. സിറ്റ് ഔട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. ഭയങ്കരമായ വെയിലുള്ളതിനേക്കാളും ഇതൊരു സെമി ഷെയ്ഡുള്ള അടുത്താണ് നന്നായിട്ട് വളരുകയും നന്നായിട്ട് പൂക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ സിറ്റൗട്ടിനൊക്കെ ആപ്റ്റായ ഒരു പ്ലാന്റാണ് കേട്ടോ. സിറ്റൗട്ടിലൊക്കെ ഇത് വെച്ചാൽ പിന്നെ തിരിഞ്ഞ് നോക്കുക വേണ്ട. അടുത്തത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡാണ്. ഒരു രക്ഷയില്ലാതെ നമുക്ക് പന്തലിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളി ഒരു ചെടിയാണ്. ഷെയ്ഡിലും വളരുന്നൊരു ചെടിയാണ്. നല്ല രസമായിട്ടുള്ള പൂക്കളാണ്. താഴോട്ട് ഇങ്ങനെ തൂങ്ങി ഇറങ്ങി കിടക്കുന്നത് പോലുള്ള പൂക്കളാണ്. അപ്പോൾ കണ്ടില്ലേ, എന്താ രസമെന്ന് നോക്കി. അത്രയും ചന്തമുള്ള അടിപൊളി പൂക്കൾ. അപ്പോൾ എനിക്കിതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെയും തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ
ഡയറക്റ്റോ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തേണ്ടേ, നമ്മുടെ ഈ ഒരു ഗോൾഡൻ കാസ്കേഡ് എന്ന് പറയുമ്പോൾ സ്വർണ്ണ വർണ്ണ നിറമുള്ള ചെടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിക്കും ഇതിൻ്റെ ഇലകൾ തന്നെയാണ് മാറി ഈ ഒരു രീതിയിലേക്ക് തൂങ്ങി ഇറങ്ങുക. നല്ല രസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പന്തലൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ പന്തലിനുള്ളിൽ അറുമാദിക്കാം. എപ്പോഴും വർഷത്തിൽ 365 ദിവസവും പൂക്കൾ തരുന്ന ചെടികളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് നമ്മുടെ ഈ ഗോൾഡൻ കാസ്കേഡ്. സ്വർണ്ണ മഞ്ഞ നിറമുള്ള പൂക്കളാണ് ഇതിൽ വിരിയുക. നല്ല രസമായിട്ട് തൂങ്ങി ഇറങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഹണീസക്കിളാണ്. ഹണീസക്കിളിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ സുഗന്ധമുള്ളൊരു വള്ളിച്ചെടിയാണ്. ഇതും 3 നിറങ്ങളിൽ ഇങ്ങനെ നിറങ്ങൾ മാറി മാറി വരുന്നതാണ്. കണ്ടില്ലേ അതിൻ്റെ ഒരു നിപ്പ്, എന്താ രസമെന്ന് നോക്കി, എന്താ ചന്തമെന്ന് നോക്കി. അതും 2 കളറിൽ മാറി മാറി വിരിയുന്നതാണ് കേട്ടോ. വെള്ള കളറിൽ വിരിഞ്ഞ് അതൊരു പിന്നെ ഒരു മഞ്ഞയായി മാറുക ചെയ്യുന്നത്. അത് തന്നെ ഇതിൻ്റെ ഒരു ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ. എനിക്ക് അത്രയും എന്താ പറയുക, നോക്കി അടുത്ത് നിൽക്കാൻ പറ്റും നമുക്കിതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. കാര്യം ഈ 2 കളറും കൂടെ മിക്സപ്പായി നിൽക്കുമ്പോൾ നമുക്കിതിലെ അങ്ങ് എടുത്തും തലയിൽ ചൂടാനൊക്കെ തോന്നുന്ന തരത്തിലുള്ളൊരു ചെടിയാണ്. നല്ല സുഗന്ധമാണ്. തേനീച്ചകളും വണ്ടുകളും ഒക്കെ വിരുന്ന് വന്ന് പോകുന്നൊരു സ്ഥലമാണ്. അടിപൊളി പ്ലാന്റാണ് ഹണിസക്കിൾ. അടുത്തതായിട്ട് നമ്മുടെ ട്രംപറ്റ് വൈനാണ്. ട്രംപറ്റ് വൈനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ, ഒരു റെയർ പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് ഈ ട്രംപറ്റ് വൈൻ കേട്ടോ. ഏത് എന്താ പറയുക, നമ്മുടെ ഗേറ്റിലും ആർച്ചിലും ഒക്കെ പടർത്തി വളർത്താൻ പറ്റുന്നതാണ്. നല്ല രസമായിട്ട് നല്ല വലുപ്പമുള്ള സുന്ദരൻ പൂക്കൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ട്രംപറ്റ് വൈൻ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, റെയർ പ്ലാന്റുകളുടെ കൂട്ടത്തിൽ പെടുത്തുന്നതാണ്. നമുക്കിപ്പോൾ തൈകളുണ്ട് വിൽപ്പനയ്ക്ക്, ആവശ്യക്കാർക്ക് മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ അടിപൊളി പൂക്കൾ കണ്ടില്ലേ, എന്താ പറയുക, നമ്മുടെ ഹമ്മിങ് ബേഡ്സും ശലഭങ്ങളും ഒക്കെ എപ്പോഴും വന്നു പോകുന്നൊരു ചെടിയാണ്. നിറച്ചിങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ പിടിക്കുക എന്ന് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെ. നമ്മുടെ ഗാർഡൻ ഒരു റോയൽ ലുക്ക് നൽകാനായിട്ട് ഇത് ഈ ഒരു ചെടി മതിയാവും. അതെ, നമ്മുടെ ട്രംപറ്റ് വൈൻ. സാധാരണ നമ്മുടെ ട്രംപറ്റ് പൂക്കൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ട്രംപറ്റ് വൈനാണ്. പടർന്ന് വളരുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പടർന്ന് വളരുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഫെൻസിങ്ങിലൊക്കെ പടർത്തി എടുക്കാനും കൂടെ പറ്റുന്നൊരു ചെടിയാണത്. അതുപോലെ തന്നെ നമ്മുടെ ആർച്ചിലൊക്കെ പടർത്തി വിടാൻ പറ്റുന്ന. അടുത്തത് നമ്മുടെ ശംഖുപുഷ്പമാണ് കേട്ടോ. അതെ, ഇത് ശംഖുപുഷ്പത്തിൻ്റെ ഡബിൾ പെറ്റലാണ്. നല്ല രസമായിട്ട് എന്നും പിടിക്കുന്ന പൂക്കളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ അതേണ്ടേ 10 ക്രീപ്പർ പ്ലാന്റ്സിന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിൽ ഏത് ചെടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ഇനി ഏതൊക്കെ ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ട്? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഈ 10 ക്രീപ്പർ പ്ലാന്റ്സ്. ക്രീപ്പർ പ്ലാന്റുകളോട് എനിക്ക് പണ്ടേ ഒരു സ്നേഹമുണ്ട്. ഈ 10 എണ്ണത്തിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.